എല്ലാവർക്കും നമസ്കാരം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. അതിപ്പം വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അമൃത സുരേഷ് ബാല ദമ്പതികളുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനെ കോറിലേറ്റ് പറഞ്ഞു തരാൻ പറ്റും. സോ അതായിരിക്കും കൂടുതൽ എളുപ്പം ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ. സോ അമൃത സുരേഷ് ബാല എല്ലാവർക്കും അറിയാം ആ ദമ്പതിമാരെ. കാരണം അമൃത സുരേഷ് ഏഷ്യാനെറ്റ് ടിവിയിലെ ടോപ്പ് സിംഗറിൽ ഉണ്ടായിരുന്നു. എക്സാക്ട് നെയിം അതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുട്ടിക്കാലത്ത് ഞാനും അമ്മയൊക്കെ സ്ഥിരം വഴക്കമുണ്ടാക്കുന്ന ഒരു ഇതിലായിരുന്നു. കാരണം നമുക്ക് ക്രിക്കറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് സമ്മതിക്കാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അന്ന് അവസാനത്തെ റൗണ്ടിലായിരുന്നു ഇവരും മറ്റേ ദുർഗ വിശ്വനാഥ് ആണെന്ന് തോന്നുന്നു. അവരുമായിട്ട് നമ്മൾ ഒരു ഫൈനലിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അവർ പുറത്തു പോവുകയും, പ്രശ്നം എന്ന് വെച്ചാൽ മാർക്ക് കൂടുതൽ ദുർഗയ്ക്ക് കിട്ടുകയും അമൃത അന്ന് തോക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് അമൃത ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് കരഞ്ഞ് പറയുന്ന ഡയലോഗ് എനിക്കിന്ന് ഓർമ്മയുണ്ട്. സോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗായികയായിരുന്നു. പക്ഷേ ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ തന്നെ ഒരു ജഡ്ജായിട്ട് വന്ന ബാലയാണ്. അവരുടെ തമ്മിൽ റിലേഷൻഷിപ്പ് ആവുകയും കള്ളം കഴിക്കുകയും ഫാമിലീസൊക്കെ ഫുൾ എതിർത്തു എന്നൊക്കെയാണ് പിന്നീട് വന്ന കഥകൾ. സോ അവർ കള്ളം കഴിച്ചു, വളരെ ഹാപ്പി ആയിട്ട് പോയി ഒരു കുഞ്ഞു വന്നു. അപ്പം അതിനുശേഷമാണ് അത് പെട്ടെന്നൊരു ദിവസം ഡൈവേഴ്സ് ആണെന്ന് അറിയുന്നത്. ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷെ പിന്നെ രണ്ടുപേരും വേറെ കള്ളം കഴിച്ചു. ഗോപി സുന്ദറിന് അമൃത സുരേഷും ഡോക്ടർ എലിസബത്തിന് ബാലയും. പക്ഷെ ഈ ബാല അതിനുശേഷവും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇന്റർവ്യൂസും പുള്ളിക്കാരൻ കുറച്ചൊരു എന്താ പറയുക സോഷ്യൽ അറ്റൻഷൻ കെയർ വേണമെന്ന് നോക്കുന്ന ആളാണ്. അപ്പം പറയുന്ന വേറൊന്നുമല്ല ഇപ്പോഴത്തെ ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ മോളെ കൊണ്ട് ബാലയ്ക്കെതിരെ അമൃത സുരേഷ് എന്തൊക്കെയോ പറഞ്ഞു വന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന സംഭവമാണ്. ഒരുപാട് വീഡിയോസ് ആണ് ഇതിനെതിരെ. പ്രത്യേകിച്ച് ആ കുഞ്ഞിനെതിരെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കമന്റ് വരുന്നത്. ആ വീഡിയോയുടെ താഴെയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചു. രണ്ട് ഭാഗത്തും തെറ്റുണ്ടോ ശരിയുണ്ടോ നമുക്ക് അറിയത്തില്ല. അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് പറയാൻ കാരണം ബാലയുടെ രണ്ടാമത്തെ വൈഫ് ഡോക്ടർ എലിസബത്ത് പറഞ്ഞ കാര്യമാണത്. കാരണം ഇത്തരം ആൾക്കാരിൽ നമുക്ക് ആദ്യം ഡിസോർഡറിനെ പറ്റി നോക്കാം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പം ഇത്തരം ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്ന അവർക്ക് സൂപ്പർ പവർ ഉണ്ട്, അധികാരമുണ്ട്, അല്ലെങ്കിൽ മണിയുണ്ട്, അല്ലെങ്കിൽ നോളജ് ഉണ്ട്, അങ്ങനത്തെ ആ ഒരു രീതി നിൽക്കുക. ബാക്കി എല്ലാവരും അവരുടെ ഇൻഫീരിയർ ആയിട്ട് കാണുക, അവരൊരു സുപ്പീരിയർ പൊസിഷനിൽ നിൽക്കുകയാണെന്ന് തോന്നുക. അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ഈഗോട്ടിക് ലൈഫ്, അതാണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിനൊക്കെ തന്നെ അവർക്ക് സ്ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും അവർക്കെതിരെ വന്നാലോ അവർ പറഞ്ഞാലോ അവർ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരികയും ഡിപ്രഷനിലാവുകയും ഒരു ഇമോഷണൽ അനിമൽ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഭയങ്കര ഡ്രങ്കൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മെയിൻലി ഇങ്ങനത്തെ ഡിസോർഡറിൽ ഉണ്ടാവുന്നത്. മെയിലായിരിക്കും പ്രിഡോമിനന്റ് ഈ കാറ്റഗറിയിൽ. അപ്പോൾ ഇവർ സംഭവിക്കുന്ന പറയുന്നത് ഈ പറഞ്ഞ ഡ്രങ്കണുമായിട്ട് കഴിഞ്ഞാൽ ഇവർ ഫിസിക്കൽ അബ്യൂസും ഫിസിക്കൽ അസാൾട്ടും അങ്ങനത്തെ ഒരുപാട് വേറെ ഇഷ്യൂസും ഉണ്ട്. അമൃത സുരേഷിന് ആദ്യം ഇങ്ങനത്തെ ഫിസിക്കൽ അസാൾട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്ന ആ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവരത് പോയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പിനെ നമ്മൾ ബോൾഡായിട്ട് അംഗീകരിക്കുകയാണ് വേണ്ടത്. കാരണം ഇന്ന് നമുക്കറിയാം ഭർതൃഗൃഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ സ്ത്രീകൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് അമൃത സുരേഷ് ഏതാണ് ഏറ്റവും വലിയ കോമഡി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അതേ ഉള്ളൂ. അവർക്ക് അവിടെ നിൽക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോവുക, ദാറ്റ്സ് ഇറ്റ്. അപ്പം അതാണ് അമൃത സുരേഷ് ചെയ്തത്. അപ്പം നമ്മൾ അവരെ ഒരു ധിക്കാരി എന്ന രീതിയിലാണ് ശരിക്കും മുദ്രകുത്തി ആ രീതിയിൽ വെച്ചിരിക്കുന്നത്. ഭയങ്കര മോശമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. സോ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കും ചെയ്യുന്നത്. അവർക്കൊരു സൂപ്പർ ഈഗോസ്റ്റിക് പവർ വേണം, ബാക്കിയെല്ലാം അവരുടെ ഇൻഫീരിയർ ആയിരിക്കണം, വേറൊരാൾ വളരുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഒരുപാട് ലൈഫിലൂടെ ജീവിക്കുകയായിരിക്കും, ഒരു മാസ്ക്ഡ് ലൈഫായിരിക്കും. ശരിക്കും എക്സാക്ട്ലി അവർ ഒരുപാട് ഓവർ കോൺഫിഡൻസ് കാണിച്ചാലും ഇൻസൈഡ് നോക്കുമ്പോൾ അവർക്ക് അത്ര കോൺഫിഡൻസും കാര്യങ്ങളും കാണത്തില്ല. അങ്ങനെ പല രീതിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആണ് അവരുടെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം പറയാൻ പറ്റുന്ന ഒരു നോർമലായിട്ട് ഇത്തരം കാര്യങ്ങളാണ് അവരിൽ കാണുന്നത്. ബാക്കി ഈ പറയുന്ന റിച്ച് പേഴ്സണിലാണ് ഉണ്ടാവുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുവർ പേഴ്സണാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ആളിലാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പല രീതിയിലാണ് ഇത് കാണുന്നത്, സിംറ്റംസ് ഒക്കെ കാണുന്നത്. സോ റിലേഷൻഷിപ്പിൽ വരുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇവർക്ക് റിലേഷൻഷിപ്പോ സോഷ്യൽ ബിഹേവിയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവും. സോ ഓവറാൾ പറഞ്ഞെന്ന് വേറൊന്നുമല്ല, ബാലയ്ക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഭാര്യയ്ക്ക് കിട്ടിയ പ്രശ്നങ്ങൾ രണ്ടാമത്തെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു അറ്റൻഷൻ സീക്കിംഗ് ഒരു ഇഷ്യൂ ബാലയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാലും നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ സൈക്കോതെറാപ്പി മാത്രമേ ഉള്ളൂ. ഓവറാൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ തോന്നുന്നു ഈ ഇഷ്യൂവിനെ പറ്റിയിട്ട്.
ഈ വീഡിയോ അമൃത സുരേഷിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാലയ്ക്ക് എതിരെയുള്ള വീഡിയോ അല്ല. ജസ്റ്റ് ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ വന്നൊരു വീഡിയോ ആണ്. അതിന് വേറെ രീതിയിൽ എടുക്കരുത്. കാരണം ആ കുഞ്ഞിന്റെ വീഡിയോയുടെ താഴെ വന്ന കമന്റൊക്കെ വായിക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവും. അങ്ങനെയുള്ള കമന്റ് ഒന്നും ഇടരുത്. ഞാൻ അത്തരത്തിൽ പറഞ്ഞ ഒന്നുമല്ല. നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി പറഞ്ഞാണ്. കാരണം ഡോക്ടർ എലിസബത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇത്തരത്തിൽ അവരനുഭവിച്ച കാര്യങ്ങൾ, ഇത്തരം ആൾക്കാർ ഒരു ഇമോഷണൽ ബിഹേവിയർ, ഒരു ഇമോഷണൽ അനിമൽ എന്ന രീതിയിൽ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന അനുഭവങ്ങൾ അവർ പറഞ്ഞായിരുന്നു. അപ്പം ഓവറോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ബാലയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാല ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇതാണ് കാര്യം. പിന്നെ ഈ കുഞ്ഞുങ്ങളുള്ള കമന്റുകളൊക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് കാണുമ്പോൾ. സോ ദാറ്റ്സ് ഇറ്റ്.